അത് പുരയിടത്തിന്റെ 4 അതിർത്തിയിലും കുഴി കുഴിച്ച് സ്ഥാപിക്കുക. പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. പിന്നെ കാവലമ്മയ്ക്കുള്ള എണ്ണയും വിളക്കും മറക്കണ്ട. ഇല്ല. പൈങ്കുളത്തുനിന്നാവും. അല്ല, തിരുവില്ലാമലെന്നാ. ജോത്സ്യന്മാരുടെ കളത്തിന്ന് ദോഷം മാറിയിട്ട് ഏട്ടന് കല്യാണം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. പാവം രാജേച്ചി, ഏട്ടനെ കാത്തിരുന്ന് മൂത്ത് നരയ്ക്കുള്ളൂ. ദോഷം മാറാതെ കല്യാണം കഴിച്ചാ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആച്ച ഇതൊന്നും നോക്കാത്ത മേത്തന്മാരും മാപ്പിളമാരും ഒക്കെ എങ്ങനെയാ ജീവിക്കണേ? കുട്ടി അറിയാതൊന്നും പറയണ്ട. പറഞ്ഞ സമയത്തിന് നെല്ലിട മാറ്റം ഉണ്ടായില്ല. വല്യങ്ങ് നിന്റെ പ്രാണം പോവാൻ അറിയോ? അതമ്മ പറയണല്ലേ. ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം ആർക്കും അപ്പത്ര തിട്ടം? പണിക്കൊരു ദൈവമൊന്നും അല്ലല്ലോ. കുട്ടിയോട് തർക്കിക്കാൻ ഞാനില്ല. പറയേണ്ടവര് പറഞ്ഞാലേ അത് കാണിച്ച. അപഹാരകാലത്ത് പിതൃനാശം, അതായത് അച്ഛന്റെ മരണം, വിരഹദുഃഖം, ഉദ്യോഗനഷ്ടം, മനക്ലേശം, ഇതൊക്കെ സംഭവിച്ചു കാണുമല്ലോ, ഇല്ലേ? തുറന്നു പറഞ്ഞാ ഒന്നും തോന്നരുത്. അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാവണ വരെ ഇക്കാര്യത്തിലൊന്നും എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിഷമിക്കണ്ട, തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവില്ല. ശനിയുടെ അപഹാരത്തിൽ നിന്ന് ജാതകകാരൻ പൂർണ്ണമായിട്ടും മോചിതനായി തീർന്നില്ലേ? 7ാം ഭാവാധിപന്റെ ദശയിൽ ലഗ്നാധിപതി കളത്തർ സ്ഥാനത്തെത്താൻ ഇനി ഏറെ താമസമില്ല. മംഗളം ഉണ്ടാവും. പക്ഷെ ആ സ്ഥാനത്തേക്ക് എത്താൻ 1-2 ചെറിയ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. ദോഷമുള്ളതാണോ? ഇല്ല, സാരമുള്ളതല്ല. പ്രതിവിധി ഉണ്ടാക്കാം. ഈ നക്ഷത്രജാതൻ സൗമ്യനും ശാന്ത